പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച CPM പ്രവർത്തകർക്ക് കൂട്ട പരോൾ. കേസിലെ ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് പരോൾ നൽകിയത്. ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി പരോൾ നൽകരുതെന്ന് ബേക്കൽ പോലീസിന്റെ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ തീരുമാനം. സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ വിമർശിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശ കമ്മിറ്റിയിലുള്ളത് CPMൻ്റെ പ്രമുഖനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ഒത്താശയോടുകൂടി, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അറിവോടുകൂടി ലോക്കൽ സ്റ്റേഷനുകളുടെ അഭിപ്രായങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ തുടരെ കൂട്ടത്തോടെ ഇത്രയും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകത്തിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ അനുവദിക്കും. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇതിനു മുൻപും ഇതേ കേസിലെ രണ്ട് പ്രതികൾക്ക് പരോൾ അനുവദിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് TP കേസിലെ പോലെ തന്നെ സംഭവിക്കുകയാണല്ലോ. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾക്ക് നൽകുന്ന ഈ പരോൾ. തീർച്ചയായും മഞ്ജുഷ, ഇപ്പോൾ ഏറ്റവും പുതുതായി ഇപ്പോൾ ഈ കേസിലെ ഒന്നാം പ്രതി പീതാംബരന് തന്നെ പരോൾ അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഈ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇന്നാണ് എ പീതാംബരന് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. 1 മാസത്തേക്കാണ് ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത്. കല്യോട്ട് ഉൾപ്പെടുന്ന, അതായത് ഈ കൊലപാതകം നടന്ന കല്യോട്ട് ഉൾപ്പെടുന്ന പ്രദേശത്ത് ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഒരു നിബന്ധന മാത്രമേ ഇപ്പോൾ ഈ ഒരു പരോളിന് ഉള്ളൂ. 1 മാസത്തേക്ക് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു. പീതാംബരൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുന്നു. ഇതിന് തൊട്ട് മുൻപ് 8ാം പ്രതി സുബീഷ് വെളുത്തോളിക്കും അതുപോലെ തന്നെ 4ാം പ്രതി K അനിൽകുമാറിനുമായിരുന്നു ആദ്യം പരോൾ അനുവദിച്ചിരുന്നത്. ഇവർ ജയിലിലേക്ക് തിരിച്ചുപോയതിന് തൊട്ടു പിന്നാലെ സജി C ജോർജ്, അതായത് ഈ കേസിലെ 2ാം പ്രതി സജി C ജോർജിനും 7ാം പ്രതി അശ്വിനും പരോൾ അനുവദിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഇനിയും 3ഓളം പേർ ഇപ്പോൾ ഈ പരോൾ അപേക്ഷ നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ബേക്കൽ പോലീസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതായത് ഈ പ്രതികളെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പരോൾ അനുവദിക്കുന്നത് ഈ കല്യോട്ടും അതുപോലെ തന്നെ പെരിയ പ്രദേശങ്ങളിലും വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് നിലനിൽക്കെയാണ് ഈ പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഇതിനെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ സംഭവത്തിൽ ജയിൽ ഉപദേശക സമിതിയും അതുപോലെ തന്നെ പോലീസിന്റെ റിപ്പോർട്ടും ഇത് രണ്ടും പരിഗണിച്ച് ആഭ്യന്തര വകുപ്പാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ സർക്കാർ ഈ രീതിയിൽ ഇതിൽ കൂട്ട പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഈ കോൺഗ്രസിന്റെ ഭാഗത്തും അതോടൊപ്പം ഈ കൊല്ലപ്പെട്ട ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതായത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ കുടുംബങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പീതാംബരൻ ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ എത്തിയിരിക്കുന്നു. 3ഓളം പേർ ഇപ്പോൾ ഈ കേസിലെ തന്നെ 3ഓളം പേർ ഇപ്പോൾ പരോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവരുടെ പരോളും ഉടൻ തന്നെ ഒരു 1-2 ദിവസത്തിനിടയിൽ തന്നെ അനുവദിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രതികൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളിലും ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേരിയ തോതിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിലും വലിയ തോതിൽ ലാത്തിച്ചാർജും അതുപോലെ തന്നെ ജലപീരങ്കിയും ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും കേസിലെ 1ാം പ്രതിക്ക് തന്നെ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നു. ഈ കേസിൽ 2017 ഫെബ്രുവരി 17 ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. അതിന് ഈ കേസിൽ ഇരട്ട ജീവപര്യന്തമാണ് ഈ പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നൽകിയിരുന്നത്. ഇതിൽ മുൻ MLA KB കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് നേരത്തെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇവർ ഇപ്പോൾ നാട്ടിൽ തന്നെ ഉണ്ട്. ഏതായാലും കേസിലെ കൂടുതൽ പ്രതികൾക്ക് പരോൾ ഓരോ ദിവസം കഴിയുന്നതോറും അനുവദിക്കുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഇത് വലിയ വിഷയമായി ഏറ്റെടുക്കുന്ന സാഹചര്യം പരോൾ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 1ാം പ്രതിക്ക് പോലും ഇത്തവണ പരോൾ നൽകിയിരിക്കുകയാണ്. പരോൾ നൽകരുത് എന്ന് പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പരോൾ നൽകിയിരിക്കുന്നത്.